ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഗുരുവായൂരാണ് കേട്ടുള്ളത്. ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്നെടുത്ത വീഡിയോ ആണിത്. സത്യം പറഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്തിടാനുള്ള ടൈം കിട്ടിയില്ല കേട്ടോ. അതാണ് കുറച്ച് 2 ദിവസം ലേറ്റ് ആയത്. നമ്മൾ ദച്ചുവിനെ വേഷം കെട്ടിയിട്ടുണ്ടായിരുന്നു കുഞ്ഞികൃഷ്ണനായിട്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഒക്കെ ഒരുക്കി സെറ്റാക്കിയിട്ടാണ് പോയത്. അവന് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. നമ്മളൊന്ന് അവിടെ നിർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ഇരിക്കില്ല. അപ്പോൾ നമ്മൾ തന്നെ ഒരുപാട് ടൈം എടുത്തിട്ടാണ് നമ്മളതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തത്. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് മേക്കപ്പൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരത് പോയി കാണുക. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർക്ക് പോയത് ഒരു 2:30-3 മണി ടൈമിലാണ് കേട്ടോ അവിടെ എത്തിയത്. അപ്പോൾ തന്നെ ഒരുപാട് കൃഷ്ണന്മാർ വന്ന് രാവിലെ കുറേ ഭാഗത്തു നിന്നുള്ള ഉണ്ടായിരുന്നത് ഉച്ചയ്ക്ക് ശേഷമുള്ള വരവുകളാണ് കേട്ടോ അത്. അപ്പോൾ ഇത് മെയിനായിട്ടുണ്ടായിരുന്ന കൃഷ്ണനാണ് കേട്ടോ. നമ്മൾ കുറച്ച് ഫോട്ടോസും കൂടി ഇടയുണ്ട്. ഈ തിരക്കിൻ്റെ ഇടയിൽ ക്ലിപ്സും കൂടി എടുക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരുപാട് പരിചയക്കാരും കണ്ടു. പിന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു. നമുക്ക് ദച്ചുവിൻ്റെ കാതിലിട്ട കമ്മലൊക്കെ പോയിരുന്നു. കാരണം തിരക്കാർ നമുക്കത് എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വാടകയ്ക്കാണ് സാധനങ്ങൾ എടുത്തത്. അങ്ങനെ ഒരുപാട് നല്ല ഒരു കുഞ്ഞു കൃഷ്ണന്മാർ നമ്മൾ തോളത്തുനിന്നും കൂടി ഇറക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കുഞ്ഞ് മക്കളെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ ഗുരുവായൂരൊക്കെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും മിസ് ചെയ്യാണ്ട് പോയി കണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ലോങ്ങിലേക്ക് കല്യാണം കഴിഞ്ഞ് വന്നുകൊണ്ട് ഞാൻ ഈ ടൈമിലൂടെ വീട്ടിലുണ്ടാവുകയും ചെയ്തു. അങ്ങനെ അപ്പോൾ അത് കാണാൻ പറ്റി. പിന്നെ ഞങ്ങൾ ഇവിടേക്ക് ഞങ്ങളുടെ അവിടേക്ക് വന്നിട്ട് നിന്നു. ഇനിയും കുറച്ച് ഘോഷയാത്രയും കൂടി വരാണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ അതിനുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ നമ്മൾ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ലാഗായി അവർ വരാൻ. 4 മണി ടൈമിലൊക്കെ വരലുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു. ഒരു ടിപ്പർ പോലത്തെ അതിലിങ്ങനെ ആയിട്ട് നിൽക്കുന്നത് കുറച്ച് പേര്. പിന്നെ നടന്നിട്ടും വേറെ കുറേ പേര്. ഒരുപാട് കൃഷ്ണന്മാരുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. എന്നത്തേൻ്റെ കുറച്ച് തിരക്കുണ്ട് തോന്നുന്നു ഇപ്രാവശ്യം. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് പേര് കാണാനും വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ, ഞാൻ വഴിപാട് ഇട്ടുണ്ടായിരുന്നു ദച്ചുവിനെ ചെയ്യിക്കാൻ. നമ്മളെ ടൈമിൽ ഓണത്തിന് വന്നിട്ട് പിന്നെ വീട്ടിലേക്ക് പോയിട്ടുമില്ല ഏട്ടൻ്റെ ഓടിക്ക്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ടൈമും കൂടി ആയതുകൊണ്ട് നമുക്കിതിൽ കൂടാൻ വേണ്ടി പറ്റി. വേറെ ആനയോട്ടത്തിനൊന്നും വരാൻ പറ്റിയില്ല. മറ്റേ നമ്മൾ ഗുരുവായൂർ അടുത്തായതുകൊണ്ട് തന്നെ എന്താ പറയുക, മാക്സിമം പറ്റണേനൊക്കെ വരലുണ്ട്. ഉത്സവത്തിന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ സങ്കടമൊക്കെ ഇപ്പോൾ തീർത്തു എന്ന് പറയാം. അങ്ങനെ നല്ല തിരക്കായിരുന്നു. പിന്നെ നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റും. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചെന്ന് നിൽക്കാനും കൂടി പറ്റിയിരുന്നില്ല കേട്ടോ. കാരണം ഒരുപാട് പേരായതുകൊണ്ട് നമുക്ക് നല്ല ലാഗ് ഉണ്ടായിരുന്നു. പിന്നെ ദച്ചു കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ ഊരൽ തുടങ്ങിയിരുന്നു. പിള്ളേരെ പറഞ്ഞിട്ട് കാര്യം, നമ്മൾ ഒരുപാട് നേരം ചുറ്റി കെട്ടി നിൽക്കല്. നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ വെച്ചതും അതുകൊണ്ട് തന്നെ. രാവിലെ നമുക്ക് പോയി കഴിഞ്ഞാൽ നല്ല ചൂടാണ്. 10 മണി 11 മണിയൊക്കെ ആകുമ്പോഴേക്കും മക്കൾക്ക് പറ്റുണ്ടാവില്ല നിൽക്കാൻ. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് ഒരുപാട് കണ്ടു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ചായ കുടിച്ചിട്ടാട്ടോ പോകുന്നത്. കാരണം നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും തിരക്കിലൊക്കെ പെട്ടിട്ട് നമുക്ക് ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ചായ കുടിച്ചു. എന്നാൽ ഞങ്ങൾ പുറത്തേക്ക് അങ്ങനെ പോന്നിട്ട് നിൽക്കുകയാണ് ചെയ്തത്. പുറത്തും ഉണ്ടായിരുന്നു ആൾ, തിരക്ക് ഉള്ളിലുണ്ട്. നമ്മൾ തൊഴാൻ പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നു രാവിലെ. എന്നിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ എന്താ ചെയ്യുക വെച്ചാൽ രാവിലെ പോയിട്ട് നമ്മൾ തൊഴും. അത് കഴിഞ്ഞിട്ട് വേഷം എന്തെങ്കിലും കെട്ടാണെങ്കിൽ കെട്ടും. അത് കഴിഞ്ഞ് നമ്മൾ നേരം ഇങ്ങോട്ട് പോരുക ചെയ്യുക. ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ച കഴിഞ്ഞിട്ട് വരവും കൂടിയും കണ്ടിട്ട് കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം അതിന് നിന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരാൻ വേണ്ടി നിന്നു കേട്ടോ. കാരണം ഓൾറെഡി നമുക്ക് അത്യാവശ്യം നമ്മൾ പോരുമ്പോൾ തന്നെ ഇതൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ 5:30-6 മണി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്ര ഉള്ളൂ ഇന്നത്തെ ചെറിയൊരു വീഡിയോ.